കണവ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിൻ്റെ കൂടെ ആയിരുന്നാലും അപ്പം, ഇടിയപ്പം, പൊറോട്ട എല്ലാത്തിനും കൂടെ നല്ല കോമ്പിനേഷൻ പോകുന്നൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1.5 കിലോളം സ്ക്യൂഡ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 4 സവാളയും 2 പച്ചമുളക്, 1 തക്കാളി ഇത്രയും കൂടെ ഒന്ന് അരിഞ്ഞൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നല്ല അടികെട്ടുള്ള ഉരുളിയിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു എണ്ണവും ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാളയും 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി സവാള നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ടെടുക്കണം. അതിന് ശേഷം മാത്രം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കണവ ഇതിൽ ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കണവ ഒരു 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ചൂടായിട്ട് അതൊന്നും ഇങ്ങനെ വെള്ളം വന്നു തുടങ്ങും. ആ ഒരു വെള്ളം ഒന്ന് വന്നിട്ട് വറ്റി വരാൻ തന്നെ ഒരു 3/4 മണിക്കൂറെങ്കിലും ആകും കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് കണവ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിക്കോളും. ആ ഒരു വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്തെടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി. മസാലകൾ നമ്മൾ ഇതിൽ ഒരുപാട് ചേർക്കരുത്, കാരണം ഇത് അധികം അങ്ങനെ മസാലയും എരിവൊന്നും പിടിക്കാത്തൊരു മീനായതുകൊണ്ട് കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കണവ റോസ്റ്റ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി.